ഇത്ര ഉറപ്പുള്ള ഒരു മിഷൻ പഴയത് മാത്രമേ ഉള്ളൂ. അതിനെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയും കൂടെ അത്യാവശ്യം ഒന്ന് വേണ്ട കാര്യങ്ങൾ, അനാവശ്യമായിട്ടല്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങളോടൊന്ന് ആഡ് ചെയ്താൽ ഇത്രയും ബെറ്റർ വണ്ടി. പലരും പൊളിച്ച് കളയണം, സ്ക്രാപ്പേജ് വരുന്നു. ഇപ്പം ഞാൻ പറയുന്നത്, എന്നോട് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആൻസറാണ്, സ്ക്രാപ്പേജ് പോളിസി വരുമ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിന് ഷട്ടർ വീഴും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം അത് വന്നു എന്ന്. എനിക്ക് അതേ പറയാൻ മറുപടി ഉള്ളൂ. കാരണം ഞാൻ ചെയ്യുന്ന വർക്ക് പഴയ വാഹനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ അത് പേപ്പർ ഭാഗം കൂടെ എല്ലാം കറക്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ തന്നെ ചെയ്യുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ കാണും, ചെയ്ത് വെക്കും, അവർക്ക് കളയാൻ, എനിക്കിതൊന്നും കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും അത് തന്നെ. പക്ഷേ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കും ഭയമുണ്ട്, ചിലപ്പോൾ ഇന്നല്ല നാളെ വരും, വന്നേക്കാം, നമ്മളത് പ്രതീക്ഷ വരുമ്പം വരട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മനുഷ്യന് എത്ര കാലം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ വേറെ ഒരാള് ഇപ്പൊ അയാളുടെ വീട് ഇത്തരത്തിലേക്കൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച ഒത്തിരി പേര് വന്ന് ഇത് കാണാൻ വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ചെയ്തു കൊടുക്കുവോ, എന്നെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ടൈം ഉണ്ട്, ഒരു ദിവസം വന്ന് ഞാൻ ചെയ്തു തരാം. അത് പ്രതിഫലം മോഹിച്ചല്ല, അത് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ എന്നിൽ ഒതുങ്ങി ഒന്നും പോകരുത്. ഞാനൊരു കാര്യം ചെയ്തത് എന്നിൽ കൂടെ അവിടെ സ്റ്റോപ്പ് ആകണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മെക്കാനിക് ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ഡെയിലി കൂടുതലും കോളുകൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ചോദിക്കും. എനിക്ക് കോൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ, അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മണിക്കൂറുകളോളം എല്ലാം മാറ്റിയിട്ട് എടുക്കുവാണെങ്കിൽ, കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫോൺ വിളിച്ചൊക്കെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. അതങ്ങനെ എനിക്കിഷ്ടമാണ്, അതവർ ചെയ്ത് കൊണ്ടുവരട്ടെ. കാരണം എന്നിൽ തീരരുത്, നാളെ ആൾക്കാർ ചെയ്യണം, നമ്മളെപ്പോലെ ആൾക്കാർ വരണം. ഇതൊന്നും കഴിവുള്ള, ഞാൻ പറഞ്ഞില്ലേ, അതിനെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നത്? അതുകൊണ്ട് എന്തൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പം എത്ര മീഡിയ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ മീഡിയാസിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരാളായിരുന്നു. അത് പറ്റുന്നതിന് കാരണം ഈ വീടാണ്. കാരണം ഞാൻ മീഡിയാസിന്റെ മുന്നിൽ കൂടുതൽ വന്നത് അങ്ങനെ. ഇപ്പം എനിക്ക് ആ ചളുപ്പില്ല. എനിക്ക് മീഡിയാസ് ഇപ്പം ഞാൻ സ്വന്തമായിട്ട്, ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിന്റെ ബാക്കിലാണ്, ഞാൻ ഫ്രണ്ടിലില്ല. ഇപ്പം ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോസ് വെക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം എനിക്ക് ഇപ്പോഴായത്. എൻ്റെ സംസാരം കൊള്ളാന്നൊക്കെ ഉള്ളത് നമുക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം അതിനെല്ലാം കാരണം ഇതല്ലേ. അപ്പം നമ്മൾ ചെയ്താലല്ലേ ഉള്ളൂ. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, ജീവിതം നമ്മുടെ അല്ലേ. നല്ല വഴികൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ പോകാം. നമുക്ക് കഴിവുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ഉപയോഗിക്കുന്നില്ല. എല്ലാവരും മടിച്ചിരിക്കുക. അങ്ങനെ വരരുത്. ഞങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഒന്നിനും ആരെയും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നറിയാം. അതിന് വേറൊരു കാരണം കൊണ്ട് എനിക്ക് തോന്നി, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ തോന്നത്തില്ല. നമുക്ക് ആഗ്രഹം വേണം, ഇത് വേണം. നമുക്ക് ഒരു മാർഗ്ഗമില്ല, സാമ്പത്തികമില്ല, സപ്പോർട്ടിങ് ഇല്ല. അപ്പം എന്താ വഴി? അതാണ് ഈ വഴി, ഞാൻ കണ്ടെത്തിയ വഴിയാണ്. കാരണം എനിക്ക് എല്ലാം വേണം, എനിക്ക് വീട് വേണം, എല്ലാ സൗകര്യം വേണം. ഞാൻ അതിന് പൈസ ഇല്ല. പൈസ എവിടെ കുറയ്ക്കുക? അതിന് പല കാര്യങ്ങളും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് എന്ത്, പക്ഷെ മറ്റുള്ളവർക്ക് തോന്നിയത് കൗതുകമായി. ഇപ്പം ഞാൻ ഇരിക്കുന്ന സെറ്റി, അതിലൊരു സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം എത്ര ഒരു ചെറിയൊരു സെറ്റ് ഉണ്ടെങ്കിൽ കുറഞ്ഞൊരു 6000-7000 രൂപ വേണം. അതിൻ്റെ ഒരു കണക്ക് കൂട്ടുവാണെങ്കിൽ ടോട്ടൽ പെയിന്റിങ് സഹിതം ഇത്ര ഞാൻ ചെയ്ത ഉൾപ്പെടെ ഞാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു 3000 രൂപക്കുള്ളായിട്ടില്ല. എൻ്റെ വീട്ടിലെ കട്ടിൽ, അകത്തെ റൂമിലെ ഒരു കട്ടിലിന് എത്ര രൂപ വേണം? എനിക്ക് ആ കട്ടിലിന് ആകെ അയക്കുന്നത് ലേബർ ചാർജ് ഉൾപ്പെടെ അയക്കുന്നത് 3000 രൂപ. 3000 രൂപയ്ക്ക് അവിടെ കട്ടിലിട്ടിട്ടു. ഞാൻ ഇരുമ്പിലുണ്ടാക്കിയതാ. അതിൻ്റെ സ്ക്വയർ ട്യൂബിനകത്ത് ചെയ്തേക്കുവാ ലൈഫ്. അതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട് കട്ടിലിൻ്റെ അടിപ്പിലെ ആ സൈഡിലൊക്കെ, നല്ല ഭയങ്കര രസം അത് കാണാനത്. അപ്പം നമുക്കെല്ലാം ചെയ്തു വന്നപ്പോൾ ഇത്രേ ആകത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മളൊക്കെ അറിയാവുന്ന പണി നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനോട്ട് പരിചയമായി, നിങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലിയല്ലേ, ഞാൻ അതിന് സാമ്പത്തികമല്ല നോക്കുന്നത്. എന്നെക്കൊണ്ട് സാമ്പത്തികം തരാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ജോലി തൊട്ട് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് തൃപ്തിയാണ് ഞാൻ. പക്ഷെ ചിലവർ അതിന് വരെ ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഈ പ്രശ്നം. എല്ലാം ബാർഗെയിൻ ചെയ്യാതെ അവർക്കും ആവശ്യങ്ങൾ ചെല്ലത്തില്ല. അപ്പൊ അന്നേരം അവരും ബാർഗെയിൻ ചെയ്യുന്നു. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. ഈ പെയിന്റിങ്ങും അവിടെ ഇത് മഹേന്ദ്രന്റെ വർക്കാ. ഒന്നും ഞാൻ പറഞ്ഞല്ല, എനിക്ക് എൻ്റെ ഒരു കുതിര മരണപ്പെട്ടു പോയായിരുന്നു. അത് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൊന്നു എന്ന് പറയാം. അതെല്ലാവർക്കും അറിയാം. അത് മീഡിയസിലൊക്കെ കുറച്ച് ഇതായത്. അതൊക്കെ ന്യൂസും വാർത്തയൊക്കെ എൻ്റെ തോന്നുന്നു. അപ്പൊ മണികണ്ഠൻ എന്നാ പേര്. അപ്പൊ അവൻ മരണപ്പെട്ട് അവനെ അടക്കി ഇതിന്റെ ഫ്രണ്ടിലാണ്. അവിടെ ഞാനിപ്പോ ഒരു ഞാൻ കാണിക്കാം. അവനെ അടക്കിയതിന് ശേഷമാണ് ഇവിടെ വീട് പണി ഞാൻ തുടങ്ങുന്നത്. വടവെട്ടി നിൽക്കുമ്പോഴാണ് അവൻ മരിക്കുന്നത്. അപ്പൊ അവന്റെ ആ ഒരു ഓർമ്മയ്ക്കെന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്ത ഈ കളറിന് അവന്റെ രൂപം തന്നെ അങ്ങനെ എനിക്ക് ചെയ്തതാക്കുന്നത്. അപ്പൊ അവനെ ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാം പ്രിയപ്പെട്ടത്. പക്ഷെ ഇപ്പോഴത്തെ അത്ര ക്യാരക്ടർ അത്ര നല്ലവനല്ല. അതൊന്നും കൊടുത്താൽ 2 തിരിച്ചു തരും. പിന്നെ അതിന് എനിക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഇതങ്ങനല്ല, ഇത് വെറും പാവമായിരുന്നു. അതുകൊണ്ട് അവനത് സംഭവിച്ചേ. മറ്റേത് എനിക്ക് ധൈര്യമാണ്, എവിടെ ഇട്ടിട്ട് പോകാൻ നമുക്ക്. അവന്റെ പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളൊരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ ചെയ്തായിരുന്നു. അത് ചെയ്തത് അതിന്റെ ആ ഒരു ഇത് നിൽക്കുന്ന റെക്കോർഡ് ഫയൽ ഞാൻ അകത്ത് വെച്ചിരിക്കുക, പുറത്തെ ചീത്തയാകുന്നത്. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. അതൊരു ഏറ്റവും ചെറിയ, ഞാനിപ്പം കണ്ടില്ല, ഒരു ചെറിയ വണ്ടിക്കകത്ത് ഒരു ലോകത്തിലെ ഏറ്റവും CC കുറഞ്ഞ മോട്ടോർ സൈക്കിൾ അത്.
ഓക്കെ 22cc. ഈ ഇരിക്കുന്നു ഇത് ഒരു സൈക്കിൾ പോലൊരു സാധനം ഇരിക്കുന്നത്. അത് തന്നെ, അത് മോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് എന്റെ അച്ഛനാണ് ഇത് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന എന്റെ അച്ഛന്റെ തൊഴിലും എന്റെ അച്ഛനെ. കാരണം അച്ഛന് ചെത്തായിരുന്നു ജോലി. അച്ഛന്റെ സാധനങ്ങളൊക്കെ ഇതാ യൂസ് ചെയ്തന്ന്. അതൊക്കെ ഇപ്പോഴും ഇനി ഇതൊന്നും ആർക്കും കാണാൻ പുതിയ തലമുറക്ക് ഇല്ലാതായി. അത് അച്ഛൻ യൂസ് ചെയ്തല്ല, അച്ഛൻ യൂസ് ചെയ്തുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അച്ഛന്റെ ഓർമ്മയെന്ന് പറഞ്ഞ ഒരു സാധനം പോലും എന്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഇറങ്ങിയതും ഇല്ല, ചോദിച്ചില്ല. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഇത്രയും കൊണ്ടുവരാൻ പറ്റില്ല. എന്റെ അച്ഛനെ അതേപടുത്തി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു. പിന്നെ ഈ സാധനമൊക്കെ ഞാൻ കളക്ട് ചെയ്ത് എല്ലാ സാധനം എല്ലാം ഒരു ജോലി ചെയ്യുന്ന അവരെ എല്ലാ ടൂളിലും ഉൾപ്പെടുന്ന എല്ലാ ഐറ്റവും ഇതിലുണ്ട്. ഞാൻ നല്ല വൃത്തിയായിട്ട് ഞാൻ അതിവിടെ മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ പിന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇത് പഠിക്കണമെന്നുണ്ടായിരുന്നു. ഈ ആഗ്രഹം ഞാൻ ഈ അടുത്ത് ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ സത്യം റിയലായിട്ട് പറയുന്നത് ഇതൊരു ജോലിയാക്കി കൊണ്ടുപോകാനല്ല. കാരണം പണ്ട് കുലത്തൊഴിൽ പോലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയുള്ള നാളെ തൊട്ട് എന്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്ന ആ വേഷത്തിലാണ്. ആ വേഷത്തെ. കാരണം അവർക്ക് ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ മഴയായാലും വെയിലായാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ചെയ്തില്ലെങ്കിൽ അത് പോയി. ആ ഒരു തെങ്ങ് തന്നെ ഇല്ലാതാവുക എന്നാ പറയുന്നത്. അപ്പൊ അവരത്രയ്ക്ക് ഇപ്പൊ കൂടുതൽ 3 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം കയറണം. അപ്പം ഇവര് ഈ ഒരു ഇതിലെ കണ്ടിട്ടുള്ളൂ നമുക്ക് കൂടുതലും. അപ്പം ആ ഒരു നമ്മുടെ മൈൻഡിൽ നിന്ന് മാറുന്നില്ല അത്. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം അതേപോലെ ഒന്ന് ഇത് പഠിച്ചിരിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്റെ കാല് ഞാൻ പറഞ്ഞേ ബൈക്ക് റൈഡ് കാരണം എന്റെ പല്ലോ കാലും ഒന്നും ഇല്ല, എല്ലാം നട്ടിലും പൊളിട്ടില്ല കംപ്ലീറ്റ്. അപ്പൊ എനിക്ക് മരത്തെ കയറാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റത്തില്ല. എനിക്കിപ്പോ ഈ വലത്തെ കാലായിട്ട് ഈ ഒരു കാല് കംപ്ലീറ്റ് പ്രശ്നമായിട്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മളത് അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് അങ്ങ് പോകാന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മരത്തെ കയറാൻ പറ്റാത്ത ഇതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് ആദ്യം ഞാൻ കളക്ട് ചെയ്തുകൊണ്ടപ്പോൾ ആദ്യം ഞാൻ ഒത്തിരി പേരോട് അന്വേഷിച്ചു ഇത് പഠി. പക്ഷെ എനിക്ക് മരത്തെ കയറാൻ പറ്റാത്തൊരു പ്രശ്നം കൊണ്ട് അതുകൊണ്ട് പറ്റി. അല്ല ഉറപ്പായിട്ട് ഞാൻ ഇത് എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഒരു ദിവസമെങ്കിലും അച്ഛൻ ജോലി ചെയ്ത് ജോലി ചെയ്യണം. കാരണം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയണമല്ലോ. കാരണം ആ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാത്ത വളർന്നത് കൊണ്ടായിരിക്കാം നമുക്കൊരു പക്ഷേ ആള് നഷ്ടപ്പെട്ടപ്പോഴേ ആളിന്റെ വാല്യൂ അറിയും. അതുവരെ ആ ഒരു വാല്യൂ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം. നമുക്ക് കണ്ണല്ലപ്പോൾ കണ്ണിന്റെ വില അറിയില്ലല്ലോ. എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എനിക്ക് വേറെ ഒരു നഷ്ടമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എൻ്റെ ലൈഫിൽ നിന്ന്. ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പകുതി മുക്കാലും എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു, നല്ല സുഹൃത്തുണ്ടായിരുന്നു, അതൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ ഇപ്പം തിരിച്ചു വന്നു. അതൊക്കെ തന്നെയല്ല അങ്ങനെ നല്ല അതേ ഒരു രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ തിരിച്ചു കിട്ടാത്തതല്ലുകൊണ്ട് തിരിച്ചു കിട്ടിയത് പലതുകൊണ്ട്. പിന്നെ ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തതായതുകൊണ്ട്. പക്ഷെ അത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ഞാൻ പറയാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാം നേടാൻ പറ്റാത്ത പലതും ഉണ്ട്. നമ്മൾ ആ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മളത് ഉപയോഗിച്ചില്ലല്ലോ. അച്ഛൻ്റെ ഒക്കെ സ്നേഹം ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളത് അവർക്കൂടെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ഇതുകൂട്ടൊക്കെയാണ്. എനിക്കിപ്പം ഏറ്റവും ഒരു ദിവസമെങ്കിലും ആ മനുഷ്യൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സന്തോഷം. പക്ഷെ അതെന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അതൊരു ഭയങ്കര വിഷമവും തീരാ വിഷമം തന്നെ. പിന്നെ അവർ ജന്മം തന്നില്ല നമുക്ക്. ആഗ്രഹിച്ച രീതിയിൽ മക്കൾ നന്നാകണമെന്നല്ലേ. ഏറ്റവും കൂടുതൽ അച്ഛന്മാരാണ് മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത്, അമ്മമാരല്ല. കാരണം അവരുടെ വേർപ്പാണ് നമ്മുടെ ഈ ആരോഗ്യം, തടിയും, നമ്മുടെ ഈ കഴിവും, ഈ പറയുന്ന നമ്മുടെ കഴിവായാലും നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു മനുഷ്യനാണ്. അപ്പം അതിനെ മറന്ന് ഇനി ഒരിക്കലും നമുക്ക് അത് നമുക്ക് ഉള്ളിലുണ്ട്. നമ്മൾ ഒത്തിരി തെറ്റി പറ്റി. കാരണം അവർക്ക് കൊടുക്കേണ്ട പൈസയോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസയോ അല്ലെങ്കിൽ വേറൊന്നും അല്ല അവർക്ക് ആവശ്യം. അവർക്ക് വേണ്ട മക്കള് എന്നുള്ള ഒരു സ്നേഹമുണ്ട്. അത് തന്നെ അച്ഛന്റെ ചില അവസരങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും ഒപ്പം അച്ഛൻ്റെ കൂടെ നിൽക്കുകയും അച്ഛൻ്റെ ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടുപോകാൻ ഇതൊക്കെ ആയിരിക്കും അച്ഛൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ പക്കത്തില്ലായ്മയെന്ന് പറയാം കേട്ടോ. നമ്മുടെ പ്രായം അത്രയുള്ളൂ. ഇന്ന് അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാപ്പി ആയിട്ട് ഇതേപോലെ ഞാനിപ്പം പോകുന്നത് ഞാൻ ലഡാക്ക് പോയായിരുന്നു, പിള്ളേയും കയറ്റിക്കൊണ്ട് പോകാൻ. ഞാനിപ്പോ അടുത്ത യാത്ര ഞാനൊരു വലിയ യാത്ര ചെയ്യാൻ പോവാ. 5 രാജ്യമാണ്, ഞാൻ പുറത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പുള്ളിക്കാരനുണ്ടായിരുന്നെങ്കിൽ വരാൻ പുള്ളിക്ക് ഒക്കെ ഞാൻ കൊണ്ടുപോയി കവർ ചെയ്യാനാ. അതും വണ്ടിയെല്ലാം വെറൈറ്റിയാണ്. അങ്ങനെ വണ്ടി വെറൈറ്റി എന്ന് വെച്ചാൽ അതും പഴയ വണ്ടിയല്ല. ഞാൻ ശ്രമിക്കുന്നുണ്ടോ. അതിനകത്ത് ഒരു രാജ്യം ഇച്ചിരി പ്രശ്നം ഉള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ആലോചിച്ചിട്ടില്ല. അത് കുറെ നാളുകൊണ്ട് എൻ്റെ പ്ലാനിങ്ങിലും വർക്കിലും വണ്ടിയിൽ ഇപ്പം ഞാൻ അങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ ഒരു വണ്ടി പഴയതെടുത്തിട്ട് അതിനെ ഫുള്ള് റീസ്റ്റോർ ചെയ്ത് പുതിയതുപോലെ ആക്കി. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ല, ടെക്നോളജികൾ നമുക്ക് വേണ്ടത്, അഡ്വാൻസ് വേണ്ടത് അത് ചെയ്തു യാത്ര ചെയ്യുക എന്നുള്ളതാണ്. വണ്ടികൾ നമ്മൾ തന്നെ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ കറക്റ്റ് ചെയ്ത് ഓടിക്കുക. അപ്പം നമുക്ക് വിശ്വാസമാണ് നമ്മളെ വണ്ടി ചതിക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്ത കാര്യമാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും
ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവനൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണെന്ന്. അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ മോഫെ ആയാലും റെക്കോർഡ് ചെയ്തപ്പം സ്ക്രാപ്പ് കണ്ടീഷൻ നീട്ടി ഞാൻ തന്നെ പോണത് നമ്മൾ തന്നെ ഇവിടുന്ന് ഓടിച്ചു പോയതാണ്. അപ്പൊ അതിപ്പം ഞാൻ ടൈം എടുത്തോണ്ട് 1 വർഷം ഇപ്പൊ പെയിന്റിങ് കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നു. ഇപ്പൊ മാലിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ മാലിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റിക്കർ നമുക്ക് എനിക്ക് സ്പോൺസർ ഒക്കെ ഉണ്ട് നാട്ടിൽ കേട്ടോ. പേര് പറയാം, ബെന്നി ജോർജ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ കാരണമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മാറ്റം വന്നത്. കാരണം നമ്മള് നാട്ടിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ നല്ല സപ്പോർട്ടുകളുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു റൈഡ് പോകാൻ പോയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് നീ പോ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഫുൾ സപ്പോർട്ടോടെ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നാട് അറിഞ്ഞത്. അല്ല ഞാൻ അതിന് റെക്കോർഡ് ചെയ്തതിന് 7-8 വർഷം മുമ്പേ ഞാൻ ലഡാക്ക് പോയത് എൻ്റെ നാട്ടിൽ നിന്ന്. നാട്ടിൽ അടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചുകൊണ്ട് 26 ദിവസം ഓടിച്ച് തിരിച്ചു വന്ന്. അതാരും അറിഞ്ഞിട്ടില്ല. റെക്കോർഡ് ചെയ്ത് എല്ലാം ആയപ്പോഴാണ് 10 പേര് അറിഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നത് എന്ന് പറഞ്ഞിട്ടോ. നമ്മളത് അങ്ങനെ റൈഡ് ഇഷ്ടമല്ലേ, അപ്പൊ അതാരും അറിയിക്കാൻ. പക്ഷെ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ഒരു ഇത് സപ്പോർട്ടോടെ വന്നപ്പോഴത്തേക്ക് പുറത്തറിഞ്ഞു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൊത്തത്തിൽ പിന്നെ എന്ത് ചെയ്താലും പുറത്തറിയാൻ തുടങ്ങി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനൊരു വഴികാട്ടി എന്റെ സ്പോൺസറാണ്. അയാളോട് ഒരുപാട് കടപ്പാട് ഒരിക്കലും മറക്കുമെന്നല്ല. അത് ഇപ്പം ഞാൻ റൈഡ് ചെയ്തപ്പോൾ സ്പോൺസർഷിപ്പ് ഒന്നും ഞാൻ ചോദിക്കാനോ അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പുള്ളിയോട് അല്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യാനോ എനിക്ക് പറ്റുന്നത് എൻ്റെ കഴിവ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ അതിക്കുള്ളാത്ത ആവശ്യമില്ല അവർക്ക്. നമുക്കത് മറന്നിട്ടുള്ള ഒരു കാര്യമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ പറയില്ല, ഞാൻ ആരെങ്കിലും എന്നോട് സഹായിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ കടപ്പെട്ടതാ. എൻ്റെ ലൈഫ് മൊത്തം ഞാൻ എന്താ പറയുക അടിമയെ പോലെ നിൽക്കണമെന്ന് ആഗ്രഹം. കാരണം അങ്ങനെ നമുക്കതല്ലേ പറ്റൂ. നമുക്ക് ഒരെണ്ണം തിരിച്ചെടുത്ത് പെട്ടെന്ന് അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി നമ്മുടെ വായിന്ന് വീട് നടത്താം. പിന്നെ നമുക്കും ചില പ്രഷറിൽ സംസാരം വെക്കാൻ പ്രശ്നമാകും. കാരണം വർക്കിന്റെ ടെൻഷനാണ്. വർക്കിന്റെ മെക്കാനിക്കല്ലേ, ചില വർക്കുകൾ കണ്ടുപിടിക്കാനും അല്ല വർക്കിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ശരിയാകാതെ വരുമ്പോഴത്തേക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് ലാഭമില്ലാതെ ഇരിക്കുമ്പം അത്രയ്ക്ക് ഇതാകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടെമ്പർ പോകും. അപ്പൊ ഉള്ള പ്രശ്നം അന്നേരം സംസാരത്തിലുള്ള അത് മനസ്സിലൊന്നുമില്ല. അത് ചിലവർക്ക് അത് ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിരിക്കും, ആർക്കാലും ഉണ്ടാകും. എനിക്ക് ചില കാര്യങ്ങൾ കേൾക്കുന്നതും ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ചിലപ്പം പ്രതികരിക്കും, വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ഈ പറയുന്ന പോലെ ഈ ഒരു മേഖലയിൽ അതായത് ഒരു വണ്ടി ഭ്രാന്ത് തുടരും സിനിമ കണ്ടായിരുന്നു. ഞാൻ ഫിലിം എല്ലാം മൊബൈലിൽ കാണാറില്ല, തിയേറ്ററുകളിലൊന്നും പോയി കാണാറില്ല. അതങ്ങനെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അതിനോടൊന്നും ഇല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിശയിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ കാണും. അപ്പൊ അതിൽ ശരിക്കും ഈ വണ്ടി ഭ്രാന്ത് എന്നുള്ളത് അപ്പം നമുക്ക് ശരിക്കും ലാലേട്ടനും അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അത് പോകുന്നത്. അപ്പം ആ സിനിമ കണ്ടവർക്കെല്ലാം ഈ പറഞ്ഞതുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ല നമ്മളിപ്പോ അത് ഞാൻ പറഞ്ഞില്ലേ, സിനിമ ആയാലും ഇതുകൂട്ടൊരു മനുഷ്യന്റെ സ്റ്റോറി ആയിരിക്കും. നമ്മളിലെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഒരു വണ്ടി ഭ്രാന്തൻ എന്താണെന്ന്. മറ്റുള്ളവർ പറയത്തില്ല വണ്ടി, അവർ പറയുന്ന ഈ വണ്ടി ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു പേര് ഒരു കളിയാക്കൽ എന്നുള്ളൊരു മോശകം സൃഷ്ടിക്കുന്ന പേരാണ്. വട്ടനാണ്, ഭ്രാന്തനാണ്, അല്ലെങ്കിൽ നമുക്ക് ചില പേരുകൾ അല്ലെങ്കിൽ ഒരാളെ മോശം ചിത്രീകരിച്ചുകൊണ്ട് പറയുന്ന കുറെ വാക്കുകളുണ്ട്. അതിലൊരു വാക്കാണ് ഈ വണ്ടി ഭ്രാന്തൻ ഇട്ടത്. പക്ഷെ ഈ പറയുന്നവർക്ക് അറിയത്തില്ല, ഈ കേൾക്കുന്നവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് കാണുന്ന ആരെങ്കിലും പറയട്ടെ, ഒരു വണ്ടി ഭ്രാന്തന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വണ്ടി ഭ്രാന്ത് എന്ന് വിളിക്കുന്ന കേൾക്കാണ്. ഈ വിളിക്കുന്ന ആൾക്കാർ അവർ അതുകൊണ്ട് വലിയ നേടി അവൻ തിരിച്ചു പറയാത്ത എന്നറിയാം, അവൻ അത് ഏറ്റുന്ന. പക്ഷെ ഏറ്റതല്ല, അവൻ ലൈഫിൽ ആഗ്രഹിക്കുന്ന അവന്റെ മോതടാ വണ്ടി ഭ്രാന്ത എന്ന് വിളിച്ചാൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. അല്ല നമുക്കൊരു ഒരു മേഖല ഇപ്പം വണ്ടി ഭ്രാന്തായാലും അല്ലെങ്കിൽ സിനിമ ഭ്രാന്തായാലും നമുക്കൊരു മേഖലയെ ഭയങ്കരമായി ഭ്രാന്തല്ല അത് വെച്ച് നമ്മളെ ഞാൻ പറയട്ടെ, ഈ കുറ്റം പറയുന്നവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് കാണും. അതൊരു നല്ല മാർഗമായിരിക്കാം, ചിലപ്പോൾ ഒരു ചീത്ത മാർഗമായിരിക്കാം, ഇല്ലേ, ബാഡ് ഹാബിറ്റ്. അതേപോലെ ഒരു സാധനം തന്നെ ഇത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ അമിതമായിട്ട് പറയുന്നതിനോടൊരു ഇഷ്ടം കൂടുതലുണ്ട്. സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്, ചിലർക്ക് മദ്യപാനാകും, പല രീതിയിലായിരിക്കാം, പല രീതിയിൽ പോകും. അതേപോലെ ഈ വണ്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം വണ്ടി ഭ്രാന്ത്, ഈ വണ്ടിയെ സ്നേഹിക്കുന്നത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, നമുക്ക് ചിന്തിക്കാത്തതിനപ്പുറം വേൾഡിൽ മൊത്തം ഉണ്ട്. ഇവരുടെ മൈൻഡൊക്കെ ഏകദേശം ഒരേ ദിശയിൽ കൂടെ പോകുന്നത്. അവനുള്ള ക്വാളിറ്റി മറ്റവരും കാണും ക്വാളിറ്റി. അത് ഇവരൊന്നിച്ചിരിക്കുന്നത്. അവരുടെ നന്മയുണ്ടെങ്കിൽ ഈ മറ്റേ വണ്ടി ഭ്രാന്തിൽ ആ നന്മയുണ്ട്. വണ്ടി പെറ്റ്സ് ഇതുമല്ലാണ്ട് ബന്ധപ്പെട്ട് പോകുന്ന വണ്ടി ഭ്രാന്തനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനായാലും അങ്ങനെ. അന്നത്തെ ഫീലിങ്സ് മനസ്സിലാവും. സംസാരിക്കാത്ത ജീവനില്ലാത്ത ഇരുമ്പിന് സംസാരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഫീലിങ്സ് ഇതിനോട് പറയും. ഇത് ഞങ്ങളോട് പറയും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു ഓടുമ്പം മുന്നേറിയപ്പോൾ ആ വണ്ടി തന്നെ തരും ഞങ്ങൾക്ക്. അതിന് ഇന്നൊരു പ്രോബ്ലം വരാം. അതെങ്ങനെ തോന്നുന്നു? മെക്കാനിക്ക് ആയതുകൊണ്ടല്ല, ആ വണ്ടിയായിട്ടുള്ള അറ്റാച്ച്മെന്റ്, എല്ലാവരുടെയും ഇമോഷൻ, എല്ലാവർക്കും ഞാൻ പറഞ്ഞു ഒത്തിരി ആൾക്കാർക്ക് വണ്ടിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പണിയെന്ന് പറഞ്ഞില്ലേ, പഴയ വണ്ടികളിലാണ്. ഈ സ്ക്രാപ്പ് ചെയ്ത് കളയുന്ന വണ്ടികൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത മണ്ണിൽ ദ്രവിച്ചു പോയ വണ്ടികൾ തന്നെ ഞാൻ ജീവൻ വെപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് എത്ര പൈസ മുടക്കിയാലും അവർ കിട്ടണം. അവർക്ക് അങ്ങനെ അവരുടെ അറ്റാച്ച്മെന്റ് എന്താ? ഒന്ന് എൻ്റെ അപ്പൂപ്പൻ്റെ വണ്ടിയായിരിക്കും, അല്ല അച്ഛൻ്റെ വണ്ടിയായിരിക്കും. പണ്ട് എനിക്ക് ആഗ്രഹം അതൊന്ന് കണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, ഒന്ന് കിട്ടണം. ഇപ്പം എനിക്ക് ജോലിയായി, പൈസ, പക്ഷെ സാധനം എനിക്ക് കിട്ടണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ
എനിക്ക് എങ്ങനെയെങ്കിലും അതിന് അപ്പം അങ്ങനെ ചെയ്യിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി പണിയുന്ന കസ്റ്റമർ എൻ്റെ ഒപ്പം ഉണ്ട്, നല്ല നല്ല കസ്റ്റമർ. അവർക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും, സത്യം അതേ ഉള്ളൂ സങ്കടം. അവർക്കിത് പണിത് വെച്ചിട്ട് അവരുടെ ജോലിയും തിരക്കില്ല, അവര് വെളിയിലായിരിക്കും, പക്ഷെ അവരുടെ ആ ഒരു സ്വപ്നം അങ്ങനെ അവർ പോകണിപ്പിക്കും. നമ്മളൊക്കെ ഭാഗ്യവാരം, ഞങ്ങൾക്ക് ഇത് ഓടിച്ചോണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇവർ വരുമ്പോഴും വീണ്ടും ഞങ്ങൾ റിപ്പയർ ചെയ്യണം, ഇതിന്റെ പുറത്ത് കാശ് എന്നാലും അവർക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് ഒരു വണ്ടിയോടുള്ള സ്നേഹം, അപ്പൊ അവർക്ക് എല്ലാവർക്കും അത്, അപ്പൊ അവരുടെ ക്ഷമ, അപ്പൊ അവർ അത്രയും ക്വാളിറ്റി, എന്താ ക്വാളിറ്റി എന്ന് നിങ്ങൾ തന്നെ ഈ കാണുന്നവർ ചിന്തിക്കുക അവരുടെ ക്വാളിറ്റി എന്താണെന്ന്. ഒരു വണ്ടി ഭ്രാന്തൻ എന്താണെന്ന് ചിലപ്പോൾ ഈ പറഞ്ഞു വന്നതിനകത്ത് ആരെങ്കിലും ഒക്കെ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യും. റിയൽ ആയിട്ട് അനുഭവിച്ചവർ കാണാം, അവരെ കൊണ്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അവര് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ തൊട്ടറിഞ്ഞ് ഒത്തിരി ഇതിനെ വണ്ടിയെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ കാണും. അവര് പറയും, പക്ഷെ ആ പയ്യൻ അവന് ഇതൊക്കെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാ അവർക്ക് ആ ക്വാളിറ്റി വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ എനിക്കിവിടെ ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ള ആളായിരുന്നു, എന്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കരമായിരുന്നു. ഇപ്പം അവരിലുള്ളവർ പറയാം അവൻ ആരും വലിയ ആളായിട്ടൊന്നും അല്ല. നമ്മുടെ റൂട്ടുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് വേണം. നമ്മൾ തിരക്കായി അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ഉത്തരം ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യണം, വണ്ടി വേണം, ഇതൊക്കെ എവിടെ സമയം തരും. ഞാൻ പറഞ്ഞില്ല എന്റെ എല്ലാ കാര്യം ഞാൻ തനിച്ചാ ചെയ്യുന്നത്. എന്റെ ഇപ്പം വീഡിയോസ് വരുന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ, വണ്ടി പണിയുന്നത് ഞാൻ, ഡെലിവറി ചെയ്യുന്നത് ഞാൻ, റൈഡ് പോകുന്നത് ഇതൊക്കെ നമ്മൾ തന്നെ, വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്ക്. ഇപ്പൊ എന്തുകൊണ്ടാലും നമ്മൾക്ക് ഞാൻ തന്നെ വേണം. നമ്മളൊന്ന് നിന്നാൽ എല്ലാം നിൽക്കും അവിടെ. അത്രയേ ഓടുന്ന സമയം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആരെയും നമ്മൾ മാക്സിമം ശ്രമിക്കും. ഞാൻ മുഖേന ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ ശ്രമിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നത്. മാക്സിമം നമ്മൾ അത്രയും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പരിമിതി അത്രയും കൗട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു പാഷൻ പ്രൊഫഷൻ ആക്കാൻ പറ്റിയത് അതൊക്കെ എങ്ങനെ വന്നെന്ന് എനിക്കറിഞ്ഞില്ല. എന്റെ പാഷൻ പ്രൊഫഷൻ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. ഞാൻ ചുമ്മാ യാത്ര ചെയ്തുകൊണ്ട് നടന്ന ആളാ. യാത്രയിൽ വണ്ടി കേടാവും, ഞാൻ അത് റിപ്പയർ ചെയ്ത് ഓടും. കൂടുള്ള ആള് വണ്ടികൾ ഞാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ഞങ്ങൾ ഗ്രൂപ്പായിരിക്കും, 100 പേര് കാണും, 200 പേര്, ഒത്തിരി ആൾക്കാർ കാണും. ഈ പോലത്തെ വണ്ടികളെല്ലാം റിപ്പയർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും ഓടി സ്ഥലത്തെത്തണം, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ നമ്മളിത് ചെയ്യും, അതാണ് എന്റെ എക്സ്പീരിയൻസ്. അങ്ങനെ കിട്ടിയത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ പാഷൻ പ്രൊഫഷൻ ആക്കുക എന്ന് പറയുന്നത് അതിപ്പോ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ആ പാഷനോട് ഭയങ്കര ഡെഡിക്കേഷനും കാര്യങ്ങളും വേണം. പിന്നെ എന്താ പറയുക, ഒരു ബ്ലെസ്സിങ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട അത് സത്യസന്ധമായിട്ടുള്ള നമ്മളെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മളിൽ വലിയൊരു മെക്കാനിക്ക് അല്ല ചെറിയൊരു മെക്കാനിക്ക്, അല്ലെങ്കിൽ ഞാൻ മെക്കാനിക് ഫീൽഡില്ല, അല്ലെങ്കിൽ നമ്മുടെ അറിവുള്ളത് അത് ചെറുതോ വലുതോ ആളുടെ പ്രായം വെച്ചിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരിക്കലും എക്സ്പീരിയൻസിനകത്ത് അല്ല കാര്യം. ഒരു പണ്ടൊത്തിരി ചെയ്തിട്ടുള്ള ആൾ ഇത്രയും വർഷം കൊണ്ടുള്ള അതീ കാര്യമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ പഠിച്ചിരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മുടെ അപ്പനമ്മമാരൊക്കെ പറഞ്ഞു തരുന്നത് എല്ലാം ശരിയാണോ എന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കുമ്പോൾ അയാളൊരു തെറ്റാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ തെറ്റിനെയാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? എൻ്റെ ഒരു തോന്നൽ അതാണ്. അപ്പൊ ഞാൻ അറിഞ്ഞിരുന്നൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ സ്വയമായിട്ട് എടുത്ത. അപ്പൊ അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയൊരു എനിക്ക് എൻ്റെ ഒരു സക്സസ് ആകുന്നതിന്റെ മെയിൻ കാരണം ഞാൻ അതുകൊണ്ടാണ്. എനിക്ക് ആരും ഒന്നും പഠിപ്പിച്ചിട്ട് ഞാൻ പഠിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. എനിക്കൊരു പുതിയ വണ്ടി കിട്ടുമ്പോൾ ആ വണ്ടി എന്താണ്, ആ വണ്ടി എങ്ങനെ വന്നു, അതെങ്ങനെ ഇറങ്ങി, എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ, കമ്പനി എങ്ങനെയൊക്കെയായിരുന്നു, അതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചാൽ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് സുഹൃത്ത്. ചോദിച്ച് മനസ്സിലാക്കും, ചെറുതായിരിക്കാം വലുതായിരിക്കും, മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചൊന്നും പഠിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം വെച്ചിട്ട് ദിവസങ്ങളോളം നോക്കും, ആ വണ്ടിയെ പൂർണ്ണമായിട്ടൊന്ന് പഠിക്കും. പഠിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈ പറഞ്ഞ 50 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരുടെ പേര് പുറത്ത് വന്നിട്ടില്ല. 7 വർഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് വർക്ക്ഷോപ്പിൽ. ഇന്ന് വിജേഷ് റെയർ പിസ്റ്റൺ അല്ലെങ്കിൽ റെയർ പിസ്റ്റൺ എന്നുള്ളൊരു ഗ്യാരേജ് ഇന്ത്യ ഒട്ടാക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് വരെ എൻ്റെ അടുക്ക വർക്ക് പറഞ്ഞത്. ചാരുമുട്ടിൽ എന്തുണ്ട് സ്പെഷ്യല്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചാരുമുട്ടിക്ക് ഒരു ഗ്യാരേജ് ഉണ്ട് സ്പെഷ്യല്. ഇപ്പൊ നിങ്ങൾ എന്നെ തിരക്കിയപ്പോൾ ഞാൻ വഴി നിങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി, എവിടെ ചോദിച്ചാലും എനിക്ക് ഇവിടെ എത്താൻ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് 7 വർഷമേ ഉള്ളൂ. ഞാൻ അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല, എവിടെയും പറയും എക്സ്പീരിയൻസിലല്ല കാര്യം. അന്നും ഞാൻ പറഞ്ഞില്ലേ, അവരെ ഇച്ചിരിയൂടെ പഠിച്ചത് അവർ ഇച്ചിരിയൂടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ. അവരൊന്നും മോശക്കാരല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ കൊടുത്ത വണ്ടി പക്കായിട്ട് പണിത് തരും. അതെന്താ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് ചെറിയൊരു പക്ഷെ അതുകൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുമെന്ന ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഒന്നുകൂടെ ഡിമാൻഡ്. അല്ല വേറെ ഒന്നുമില്ല, എല്ലാവരും ചെയ്യുന്നവർക്ക് അവർ കിട്ടുന്ന സാധനം തന്നെ ഞാൻ ഇടുന്നത്, അവരിടുന്ന കൂട്ടാൻ ഞാനും ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മാറ്റങ്ങളും കുറച്ചുകൂടെ കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാം കണക്കാണ്. ആ കണക്ക് തെറ്റാതെ കൊണ്ടുവന്നാൽ അത് പക്കയായിരിക്കും. അതിനകത്ത് നമുക്ക് അല്ലാതെ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. എല്ലാ മെക്കാനിക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ മെക്കാനിക് ഫീൽഡ് പറഞ്ഞു എല്ലാവരും ബെറ്റർ ആണ്, പക്ഷെ അവർക്കൊരു ഈഗോസ് ഉണ്ട്, അത് മാറ്റണം. കാരണം ഞാൻ വലിയവനാണ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇവർക്ക് അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിലൊന്നും പെടാത്തതിന്റെ കാരണം
തമ്മി കുറ്റം പറയുന്നവർക്ക് എന്തിനാ ഒരു കൂട്ടായ്മ അല്ലേ? ഇവര് തമ്മി പരസ്പരം ആരെ വീട്ടിൽ പോകാറില്ല, കണ്ടാ മിണ്ടാറില്ല, ഇങ്ങനെ കുറെ ആൾക്കാർ. അങ്ങനെ ആകാൻ പാടില്ല. ഇവരെല്ലാം ഒത്തിരി ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് അസോസിയേഷൻ. ഞാനതല്ല എന്തിനാ അസോസിയേഷൻ? കുറെ പൈസ പിരിച്ചു വെച്ചിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും ഒത്തുകൂടിയിട്ട് തിരിച്ചിരുന്നിട്ട് കുറ്റം പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ എന്നോട് ഒരാൾക്ക് ഒരു ഡൗട്ട് വിളിച്ച് ചോദിക്കാൻ പേടി, അവൻ ഇന്നലെ വന്നവനോട് ഞാൻ ചോദിക്കുമ്പോൾ എന്റെ ഡിമാൻഡ് അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും ചിന്തിക്കാം. ഞാൻ ആരോട് പോയി വേണമെങ്കിലും ചോദിക്കും. എന്റെ കൂട്ടിരിക്കുന്ന പഠിക്കാൻ വന്ന 2 ദിവസമായ പയ്യനോട് ഇതെങ്ങനെ അവനത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ചിന്താഗതി ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ അവന്റെ ബ്രെയിനിൽ ക്യാച്ച് ചെയ്യുന്ന വേറൊന്നായിരിക്കും. കളക്ഷനിലും വണ്ടിയുണ്ട്, അല്ലാതെ കസ്റ്റമർ വണ്ടികളെയും വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വണ്ടികൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുന്നത്. കാരണം അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള കുറേ വണ്ടികളുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ മാതിരി ഈ വണ്ടിയായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് വേൾഡ് വാർ മിഷനാ. 2ാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാർ ഇറക്കിയൊരു വണ്ടിയാ. ഇത് 41 മോഡൽ വണ്ടിയാ. ഇത് എത്ര എഡിഷൻ, എത്ര പീസസ്? ഇത് 4000 വണ്ടിയാ മൊത്തത്തിൽ ഇറക്കിയേക്കുന്നത്. വേൾഡില് ഇവര് ബ്രിട്ടീഷ് ഇറക്കിയ വണ്ടി ടോട്ടൽ 4000 അല്ല 40,000 വണ്ടി. സോറി 4000 അല്ല 40,000 വണ്ടി ടോട്ടൽ ഇറക്കിയിട്ടുണ്ട്. അതില് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ, ഇറ്റലി, ആഫ്രിക്ക അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലേക്ക് ഈ വണ്ടി ഉപയോഗത്തിനായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ മിലിറ്ററി ക്യാമ്പയിനുകളിലായിട്ട് ബ്രിട്ടീഷ് ഇറക്കിയ വണ്ടിയാ. ഉപയോഗിക്കാൻ ഇവിടെ കുറച്ച് വണ്ടികൾ വന്ന കൂട്ടത്തിൽ ഇന്ത്യയിൽ വന്നു വിട്ടൊരു വണ്ടിയാ. അപ്പൊ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടി ഇത് റീസ്റ്റോർ ചെയ്യാനായിട്ട് വന്നതല്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. നമ്മളുണ്ട് നമ്മുടെ ആലപ്പുഴയുള്ള എബിൻ തമ്പി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പുള്ളി. അപ്പം പുള്ളി ഈടെ വണ്ടിയായിരുന്നു. അപ്പം പുള്ളി കണക്ട് ചെയ്ത് ഇങ്ങനെ എൻബിൾ എത്തിച്ചാ. ഞാൻ പക്ഷെ ഒരു 15 ദിവസം കൊണ്ട് ആ വണ്ടി റണ്ണിങ് ആക്കി. ഇപ്പൊ പക്ക റണ്ണിങ് ആ വണ്ടി. ആ ഒറിജിനാലിറ്റി തന്നെ നമ്മൾ ചെയ്തത്. അത് ഒത്തിരി വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എല്ലാ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെയില്ല. അപ്പൊ അവരെ കൊണ്ട് കൊടുത്തിട്ട് ഒരിക്കലും ഇത് സ്റ്റാർട്ട് ആകത്തില്ല. ഒരിക്കലും ഇത് സ്റ്റാർട്ടാകത്തില്ല, സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല എന്ന വിധി എഴുതിയ വണ്ടിയാ. പക്ഷെ ഞാൻ അതിനെ സ്റ്റാർട്ടാക്കി റൺ ചെയ്ത് അതിന്റെ വീഡിയോസ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട്. അപ്പൊ ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ നമ്മുടെ റാണി പത്മിനി. ഇതാണ് റാണി പത്മിനി. ഇത് എന്റെ ടീച്ചറിന്റെ വണ്ടിയായിരുന്നു. അപ്പം അടുത്ത് തന്നെയാണ് കേട്ടോ, എന്റെ നാട്ടിലുള്ള തന്നെ. അപ്പൊ ടീച്ചറിന്റെ വണ്ടി ഞാൻ കുറെ കാലം തൊട്ട് ടീച്ചറിനെ കാണുമ്പോൾ ഈ വണ്ടി കൊടുക്കുവാണെങ്കിൽ എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട് ഒത്തിരിയും കാലം ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. അപ്പൊ കൊടുക്കുവാണെങ്കിൽ തരാം എന്ന് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഒരു ഫോൺ കോൾ വന്ന് വീട് വരെ ഒന്ന് വരാൻ പറഞ്ഞ് വന്നപ്പം അതുകൊണ്ട് വണ്ടി തരാന്ന് പറഞ്ഞു. അങ്ങനെ പേരിലാക്കി തരത്തുള്ളൂ പറഞ്ഞു. എന്റെ പേരിലാക്കി എനിക്ക് ചാവി തന്നെ ഏൽപ്പിച്ച്. പക്ഷെ ഒത്തിരി സങ്കടത്തോടാണ് തന്നത്. ഈ വണ്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇടാനുള്ള പ്രശ്നങ്ങൾ കാരണം മോള് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഈ വണ്ടി മോളായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഫീലിങ്സ് ഞാൻ പറഞ്ഞ അന്നേരം ഒരു വാക്ക് കൊടുത്തു, ഒരിക്കലും ഞാൻ നശിപ്പിച്ച് കളയത്തില്ല, ഞാനിത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ സാഹചര്യം എന്റെ സാഹചര്യം മോശമാണ്. എന്റെ വന്ന് ഒരുപാട് മഴയും നനഞ്ഞ്, കാരണം എനിക്ക് ഇടാൻ സ്ഥലമില്ല. പക്ഷെ യൂസ് എന്റെ വീട്ടിലെ ആംബുലൻസ് ഇത്. കാരണം ഹോസ്പിറ്റലിൽ കേസോ എന്താവശ്യം വന്നാലും ഈ വണ്ടിയില്ല. എന്റെ യാത്രകൾ മൊത്തം ഈ വണ്ടിയില്ല. കാറെന്ന് പറഞ്ഞത് നമുക്ക് വലിയ ആഗ്രഹമുള്ള വണ്ടിയല്ല. പക്ഷെ ഒരു കാർ ആവശ്യമല്ല വീട്ടിൽ. എന്റെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും ഇതിലാണ് നടക്കുന്നത്, കാറ് കൊണ്ടുള്ള ആവശ്യങ്ങളല്ല. അപ്പം ഇതുവരെ ടീച്ചറിന് ഈ വണ്ടി കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഞായറാഴ്ച ഞങ്ങളൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. ടീച്ചറിനെ റിയാക്ഷൻ വീഡിയോ ടീച്ചറിനെ കൊണ്ട് കാണിക്കാൻ പോകും. അപ്പൊ കാണിക്കാനുള്ള ഫുള്ളെല്ലാം ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഓരോരോ ചെറിയ ചെറിയ വർക്കുകളെല്ലാം തീർന്നിട്ട് സമാധാനത്തെ കാണിക്കും. ഇപ്പം വണ്ടി ഓൾ സെറ്റ് കണ്ട് വൈറ്റ് കളറായിരുന്നു. ഇപ്പൊ ഈ കളർ തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുടെ പുറകെ ഒരുപാട് ത്യാഗം സഹിക്കാറുണ്ട്. ഈ വണ്ടിയിലും ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. കാരണം ഞാൻ ഒരു ദിവസം ഞാനത് ഓപ്പണായിട്ട് പറയാം. എല്ലാവരും ചോദിക്കും ഈ വണ്ടിയുടെ കളർ, വീഡിയോസിനകത്ത് കാണുന്ന ഒരു കളറാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ പറയും ഈ കളർ ഇച്ചിരി പാടാന്ന് പറയും കിട്ടാൻ. ഒരു പാടും ഇല്ല. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കളർ ആഗ്രഹിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പല വണ്ടിക്കും അടിക്കുന്ന പെയിന്റ്. പക്ഷെ അത് കിട്ടത്തില്ല നമുക്ക്. കാരണം ഫോണിൽ എടുക്കുമ്പോൾ വേറെ ഷെയ്ഡാണ് വരുന്നത്. നേരിട്ട് കണ്ടാലും ഫോർമുല എന്ന് പറയാം, അതിന്റെ ഫോർമുല കിട്ടണം, കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പൊ എനിക്ക് ഈ കളർ ഞാൻ ഏത് വണ്ടി ഇറങ്ങിയാലും ആ വണ്ടിയിൽ ശ്രദ്ധിക്കുക. ആ വണ്ടിയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു കളറായാലും അതിന്റെ ഒരു പാർട്സ് ക്വാളിറ്റി ഇറങ്ങുന്ന പുതിയ കമ്പനി പാർട്സ് അല്ലേ, ആഫ്റ്റർ മാർക്കറ്റ് വെക്കുന്നതിനെക്കാട്ടിൽ ചേഞ്ച് ആക്കി അതിന്റെ ഫിറ്റിംഗ്സ് ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല സാധനം കിട്ടുമല്ലോ. ഇങ്ങനെയാണ് എന്റെ ചിന്തയിൽ പോകുന്നത്. അപ്പൊ ഈ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുസുക്കി ആക്സസിന്റെ ഒരു വെള്ളയും ഈ പുതിയ വണ്ടി ഇറങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഈ കറക്റ്റ് കളറാന്ന് എനിക്കറിയാം. അപ്പൊ ആ കളർ അതേ രീതി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുമെന്ന് അറിയാം. അപ്പം എല്ലാവരും വണ്ടി വെച്ചാൽ ഈ ഒരു കളർ അടിക്കേണ്ട ഒരു സുസുക്കി ആക്സസിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീനും വൈറ്റൂടെ ആ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പം ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക് പെയിന്റ് ഷോപ്പിൽ. ഫോർമുല ചെക്ക് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. അതിന്റെ കറക്റ്റ് ഫോർമുല കിട്ടും. ആ ഫോർമുല മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സെയിം ഈ കളർ കിട്ടും. അപ്പൊ ഈ കളർ കിട്ടാൻ വേണ്ടി ഫോർമുല എടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം. വണ്ടികൾ കുറവായിരുന്നു അന്നേരം, അധികം ആൾക്കാർ എടുത്തു വരുന്നതേ ഉള്ളൂ. ഞാൻ ചാരുമുട് സിഗ്നലിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്നു. അതായത് ഈ റൂട്ടിലോട്ട് പെയിന്റ് ഷോപ്പ് ഉണ്ട് നമുക്ക്. കായംകുളം റൂട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഇവിടെ തമ്പ എന്ന് പറയുന്ന അടുത്ത ഒരു ആളിന്റെ പെയിന്റിംഗ് ഷോപ്പ് ഉണ്ട്. അവിടെ ഫോർമുല ചെക്ക് ചെയ്യാൻ സാധനമുണ്ട്. ഒരു വണ്ടിക്കാരെ കിട്ടിയിട്ട് നമ്മൾ കാര്യം സംസാരിച്ചാൽ ആരും സഹായിക്കുമല്ലോ, ഒന്നും ഊരിയെടുക്കാനല്ലോ, ജസ്റ്റ് അതൊന്ന് വെച്ചിട്ട് ആ കളറിന്റെ ഫോർമുല ചെക്ക് ചെയ്യാൻ വേണ്ടിയല്ലേ. അങ്ങനെ നോക്കി ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് എനിക്ക് ആരെയും കിട്ടിയില്ല. അങ്ങനെ തപ്പി ഇരുന്നപ്പോ നോക്കിയപ്പോ എന്റെ വർക്ക്ഷോപ്പിന്റെ പുറകില് ഒരു ചേച്ചി സ്ഥിരം ഒരു വണ്ടി വെച്ചിട്ട് ബസ് കയറി പോയിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ആ വണ്ടിയുടെ അവരോട് അനുവാദം ചോദിക്കാതെ നമ്മൾ ആ വിഷയം കൊണ്ടുവന്നിട്ട് ഫോർമുല അതിൽ ചെക്ക് ചെയ്തിട്ട് എടുത്ത കളറാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കളറാണ്, കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ നമുക്ക് രാത്രിയിലെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പകല് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൗതുകവും അതുപോലെ പിള്ളേരൊക്കെ എന്തുകൊണ്ട് സ്ക്രാച്ച് ഒക്കെ പറ്റും, നമുക്ക് ഭയങ്കര വിഷമമാണ്. ഒത്തിരി കഷ്ടപ്പെട്ട ഇതില്. ഇത് നമ്മൾ പിന്നെ റൈഡിന് ഉപയോഗിക്കുന്ന ഇത് റൈഡിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇത് ഞങ്ങൾ ലോങ് റൈഡിന് മാത്രം. ഇതിപ്പോ ഊട്ടി റൈഡ് കഴിഞ്ഞ പെൻസിലാരോ ഡിസിമെന്റ് റൈഡ് ഉണ്ടായിരുന്നു. ഊട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ട് കയറി വന്ന് പിന്നെ ഇവിടുന്ന് അനങ്ങിയിട്ടില്ല, ഇരിക്കുക. ഇനി അടുത്ത റൈഡ് വരുമ്പോൾ തലേന്നോ അല്ലെങ്കിൽ ഒരു ദിവസം വന്നിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒറ്റ പോകും. തിരിഞ്ഞ് ചിന്തിക്കാറില്ല വഴി നിൽക്കുവോ കിടക്കുവോ എന്താ. അപ്പോൾ റൈഡ് പോകുമ്പോഴും ഒത്തിരി ആൾക്കാർ വന്നിട്ട് വണ്ടി റിപ്പയർ ചെയ്ത് സർവീസ് ചെയ്തൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്റെ വിശ്വാസം എന്റെ വണ്ടിയിൽ എനിക്കൊരു നമ്മൾ വിശ്വസിക്കണം നമ്മുടെ വണ്ടിയെ. വണ്ടിയുടെ ഒരു ചലനം അല്ലെ വണ്ടിയുടെ അനക്കങ്ങളെല്ലാം നമ്മൾ തൊട്ടറിയണം. അത് ജാവ അല്ലേ? ഇത് ജാവയല്ല, ഇത് SD റോഡ് കിങ് എന്ന് പറയും. ഓക്കെ. ഇത് ഒരു ഇത് പല വേർഷനിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, പലത്. നമ്മൾ RX 100, 135, G ടൈഗർ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് SD കാറ്റഗറി കുറെ വണ്ടികളുണ്ട്. അപ്പൊ അതില് D250 ഡീലക്സ് എന്ന് പറഞ്ഞൊരു D250 B ടൈപ്പ് മോഡലാണ്. ഇത് ഇത് B ടൈപ്പ് ഡീലക്സ് എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു. ഇതിന്റെ ടാങ്ക് ജാവയുടെ ആയിരുന്നു. ഇതും എനിക്ക് 4-3 എഴുവിട്ട സാധനമായിട്ട് കിട്ടിയതാ. അപ്പം കൈ കിട്ടിയതൊക്കെ വെച്ച് അവർ വണ്ടി ആക്കി എടുത്താ. അപ്പം ടാങ്ക് ജാവയുടെ. അപ്പൊ ഇത് വണ്ടിക്ക് ഒരു വ്യത്യാസം തോന്നും അതുമായിട്ട് നോക്കുമ്പോൾ. കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ട്. ഇതൊരു നെല്ലിയാമ്പതി യാത്രയൊക്കെ ചെയ്ത് ഇതൊരു ഭയങ്കര തരംഗം സൃഷ്ടിച്ചു. അന്ന് ഈ വണ്ടിക്ക് വീണ പേര് ശക്തിമാൻ എന്നാ. ആ പേര് ഇതിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടീമിൽ അറിയപ്പെടുന്ന ശക്തിമാൻ എന്നാ ഈ വണ്ടിയുടെ പറഞ്ഞത്. കാരണം ഇത് അത്രയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടി അവിടെ. ഇതൊരു റിസോർട്ടിനകത്ത് ഞങ്ങൾക്ക് എനിക്ക് റൂം കിട്ടിയത് ഒരു 5 നിലയോ 3 നിലയോ എങ്ങാണ്ട് അതിലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ ആ റൂമിൽ സ്റ്റെപ്പൊക്കെ ഓടി കയറി എന്റെ റൂമിൽ ഇതിനൊപ്പം ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇതില്. ഈ വണ്ടി ഇത് പിന്നെ വർക്കിനുള്ള വണ്ടികളാ. അത് അനിയന്റെ വണ്ടിയാ. പിന്നെ അപ്പുറത്തൊക്കെ വണ്ടിയുണ്ട്. ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ടായിരിക്കുന്നത് നമ്മളെ. ഇതിനെന്താ ഒരു സ്പെഷ്യാലിറ്റി? അന്ന് നമ്മൾ പറഞ്ഞ വേൾഡ് റെക്കോർഡ് ഇത് മോഫ. ഈ മോഫയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് എൻഫീൽഡ് കമ്പനി ഇറക്കിയ ഒരു വണ്ടിയാണ്. ഇതിന്റെ പേര് മോഫ എന്നാണ്. ഇപ്പൊ വണ്ടി ഇപ്പം ഒരുപാട് പേർക്ക് അറിയാം വണ്ടികള്. എന്നാൽ പെട്ടെന്ന് അറിയാൻ ഞാൻ പറയാനായിട്ട് വിലയില്ലാപ്പെട്ടതായിരിക്കും അത് ധനുഷ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പം ആദ്യത്തെ വണ്ടി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ വണ്ടിയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ആ സെയിം വണ്ടി തന്നെയാണ് ഇത്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 22 cc ഉള്ളു. ലോകത്തിലെ ഏറ്റവും CC കുറഞ്ഞ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ചെറിയ എഞ്ചിൻ. ഇതിന്റെ പെട്രോൾ എന്ന് പറയുന്നത് ടാങ്ക് ഇല്ല. ഇതിന്റെ മിഷനകത്ത പെട്രോൾ ഒഴിക്കുന്നത് 1.4 ലിറ്റർ ആണ്. ഫുൾ ടാങ്ക്. ഇതിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ്. ഇറ്റലി മോർബഡെല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ജന്മസ്ഥലം. ഇത് ഇന്ത്യക്ക് വേണ്ടി കുറെ വണ്ടികൾ വന്നിരുന്നായിരുന്നു. അന്നും ഞാൻ പറഞ്ഞില്ലേ, വണ്ടികൾ ഉപയോഗിക്കാൻ പഠിക്കുക, അതാണ് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം. എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാം ഓടിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണരുത്. അപ്പൊ അന്ന് അത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ ആർക്കും പറ്റിയില്ല. അപ്പൊ അങ്ങനെ കുറെ വണ്ടികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വണ്ടികൾ. അപ്പം ഇത് കൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇത് ആക്ച്വലി 1 ലിറ്ററിന് എത്ര കിലോമീറ്റർ മൈലേജ്? മൈലേജ് പറയുന്നത് 1 ലിറ്റർ പെട്രോളിന് 90 കിലോമീറ്റർ മൈലേജ് വരുന്നത്. എനിക്ക് 93 കിട്ടിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയുക, കാരണം ഞാനിത് ലോങ് ഓടിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇത് കൊണ്ട് യാത്ര ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞു കേട്ടതും നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഉപയോഗിച്ചവരോട് ചോദിച്ചു, പണിഞ്ഞവരോട് ചോദിച്ചു, ഇവരൊക്കെ പറയുന്നതൊക്കെ ആയിട്ട് ഒത്തിരി മാറ്റങ്ങൾ ഇതിലെ. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, സൂപ്പറായിട്ട് റൈഡ് ചെയ്യാം. ഒരു പ്ലഗ് പോലെ ഞാൻ പോയി തിരിച്ചു വന്ന് അടിപൊളിയായിട്ട് ഓടിച്ചു വന്ന്. അതും അവര് പറയുന്ന കിലോമീറ്റർ അല്ല, അതിന് മേലെ സ്പീഡ് കിട്ടും. ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ വണ്ടി അതേ രീതിയിൽ ഓടിക്കാൻ പഠിക്കണം. അതാണ് കാര്യം. ഞാൻ 20 ദിവസം പ്ലാൻ, ഞാനത് വേറൊരു രസം പറയാം. 20 ദിവസം പ്ലാൻ ചെയ്ത് റെക്കോർഡിന് വേണ്ടി ഞാൻ ഫിനിഷ് ചെയ്ത് 7 ദിവസം ആലോചിച്ച്. ഈ പറഞ്ഞ കർവുകൾ വെച്ച് മെക്കാനിക്ക് പറഞ്ഞത് ഇത് പണിഞ്ഞിട്ടുള്ളവരും ഈ വണ്ടിയുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കണക്ക് കൂട്ടിയപ്പോൾ 20 ദിവസം വേണം ഈ റൈഡ് ചെയ്യാൻ. ഞാൻ പോയത് ഗോവ വരെയാണ്. ഗോവ വരെ എനിക്ക് ഓടേണ്ട കിലോമീറ്റർ കണക്ക് കൂട്ടിയപ്പോൾ 20 ദിവസം വേണം. ആ 20 ദിവസം ഞാൻ കണക്ക് കൂട്ടിയേ പോയത്. ഞാൻ ഇവിടുന്ന് പോയി കായംകുളം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മാറി മറിഞ്ഞു. 10 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് ചേഞ്ച് ആയി. ഞാൻ വണ്ടിയായിട്ട് പൊരുത്തപ്പെട്ടു. റോഡുമായിട്ടും എനിക്ക് എന്റെ മാനസിക നില കറക്റ്റ്. എനിക്ക് 10 കിലോമീറ്റർ പോകുന്ന ദൂരമുള്ള ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വണ്ടിയായിട്ട് പൊരുത്തപ്പെട്ടു. പോയി കഴിഞ്ഞിട്ട് ഈ വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാതെ എനിക്ക് ഓടി. എനിക്ക് ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്ത് 50 കിലോമീറ്ററാണ്. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് 100 കിലോമീറ്റർ ഓടാൻ പറ്റി.
പിന്നെ അത് 200 കിലോമീറ്റർ ഒരു ദിവസം ഓടുന്നതാണ് പറഞ്ഞത്. അത് ചേഞ്ച് ആയി. അങ്ങനെ ആയപ്പോഴത്തേക്ക് 20 ദിവസം പോയിട്ട് 7 ദിവസം. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞുള്ള ഒരു പരിപാടിയിലും പങ്കെടുക്കണം. അതനുസരിച്ച് ഞാൻ ഡേറ്റ് എടുത്തത്. റൈഡർമാനിയ എന്ന് പറഞ്ഞ വലിയൊരു ഇവന്റ് നടക്കുന്നുണ്ട് റോയൽ എൻഫീൽഡിന്റെ ഗോവയിൽ. അത് പങ്കെടുക്കാൻ വേണ്ടിയാ 7 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത്. ബാക്കി ദിവസം ഞാൻ ഗോവയിൽ വെറുതെ സ്റ്റേ അടിച്ച് നിൽക്കേണ്ടി വന്ന്. അപ്പൊ അതിനും നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗോവയിലുള്ള ഒരു വീട് നമുക്ക് അവര് വീട്ടിലെ സ്വന്തം ആളിനെ പോലെ തന്നെ നമ്മൾ അത്രയും നാൾ അവരെ നോക്കി. പിന്നെ ഇതും അത് RX100. ഇത് RX100 അല്ല, ഇത് RD350. ഇത് RX100. ഇത് RX. ഇതെല്ലാവർക്കും അറിയാന്നുണ്ടല്ലോ RX100. എല്ലാവരും ഏറ്റവും വലിയ ഡ്രീമാ ബൈക്ക്, വണ്ടി പ്രാന്തന്മാരുടെ ഇതെല്ലാം ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞത്. പക്ഷെ എത്തിപ്പെടാൻ ഭയങ്കര പാടാ. സാമ്പത്തികമായിട്ട് നല്ല പൈസ ആകുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ മഹേന്ദ്ര സിംഗ് ധോണി അല്ല, അവന്റെ ഫേവറേറ്റ് വണ്ടി, അയാളുടെ ഏറ്റവും അവന്റെ കളക്ഷന് ഒരു 36 ഒക്കെ വണ്ടി ഉണ്ടെന്നൊക്കെ നമ്മള് കേട്ടിട്ടുള്ളത്. കണ്ടിട്ടില്ല നേരിട്ട് പറഞ്ഞല്ല. പൊതുവെ ആണ് അവൻ നല്ലൊരു കട്ട. അവന് കൊച്ചിയിൽ നിന്ന് ഇതെല്ലാം ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ വന്നിട്ട് ഇതെല്ലാം ഒരു RD350 ഉണ്ട്. അങ്ങനെയാണ് കേരളത്തിൽ കുറെ മാർക്കറ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ ആനയുള്ള മാതിരിയായി വെക്കുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ ഇനി അവിടെ എന്റെ ഗാർഡൻ ചെറിയൊരു കാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു ചെറിയ കാട് സൃഷ്ടിക്കണം. അതെന്നെ കൊണ്ട് പറ്റി കേട്ടോ. ഞാൻ ഇതല്ല ഈ ഗ്രാസ് ഒക്കെ ഉണ്ടല്ലോ, കുതിരക്ക് പോച്ച തിന്നാൻ പോകുന്നിടത്തുനിന്ന് ഞാൻ പിഴുതുകൊണ്ട് നട്ടതാ. പോച്ച നട്ട് പിടിപ്പിച്ചൊക്കെ ഇതെല്ലാം നമ്മുടെ സ്വന്തം പരിപാടി കേട്ടോ. ഈ ഫോർഡിന്റെ പരിപാടി, വെള്ളച്ചാട്ടം. കാരണം നൈറ്റ് നിങ്ങൾ ഇത് കാണുന്നില്ലേ, നൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പുറം വയലാ കേട്ടോ തൊട്ടപ്പുറത്ത്. അവിടെ നല്ല തണുത്ത കാറ്റും ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വീഴുന്ന ഒരു അന്യ ആംബിയൻസ്, ഈ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ എന്ത് രസം അറിയാം. ഇപ്പം തന്നെ എന്റെ ഫീൽ കണ്ട വെള്ളം വീഴുന്നത്. ഒരു ചെറിയ ഫൗണ്ടൻ, ഒരു ബുദ്ധൻ, ഇതൊക്കെ നമ്മൾ അതിനകത്ത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിനകത്ത് മീനുണ്ടായിരുന്നു. പക്ഷെ മണ്ടയ്ക്കൊന്നും ഇടാത്തോണ്ട് കൊക്കെടുത്തോണ്ട് പോകും എല്ലാത്തിനും. ഇത് ഇവിടെ വന്നിട്ട് ഞങ്ങള് ഈ മണ്ണെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത് സാധനം ഇത്ര ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഇതൊരു മല പോലെ ആക്കിയതാ നമ്മള് ആക്കിയിട്ട് ഈ ചെടികളിൽ ഒരു ചെറിയ ബോൺസായി കാടാ എന്റെ മനസ്സിലൊരു ഉദ്ദേശം. ഇത് ശരിക്കും എന്താ പറയാ മറ്റേ ഇവിടെ അതെ ഇവിടെ ഒന്നും നമ്മള് പ്ലാസ്റ്റിക് കാര്യങ്ങൾ അധികം യൂസ് ചെയ്തിരുന്ന വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു. അതൊക്കെ കുറെയൊക്കെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ എല്ലാം നാച്ചുറൽ ആയിട്ട്. ഇത് എത്ര കാലം ഇരിക്കുമോ നമുക്കറിയത്തില്ല. ഇരിക്കുന്നത്തോളം ഇരിക്കട്ടെ. ഇത് ഒറിജിനൽ നമ്മളിതൊക്കെ നമ്മുടെ ഇവിടെ അടുത്തൊരു കാവിന്ന് വെട്ടിക്കൊണ്ടുവന്ന വള്ളിത്തട്ടാണ്. ഇത് ഞങ്ങളുടെ ബോച്ചേണ്ണന്റെ സ്വന്തം തേയില. ഞാൻ ബോച്ചയുടെ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഈ തേയില അവിടുന്ന് കൊണ്ടുവന്നിട്ട് അതിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമോ ഇത്. പിന്നെ ഇതൊക്കെ മണി പ്ലാന്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കയറ്റിയേക്കും ഇത്. പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഹട്ട് വരുന്നുണ്ട് നമുക്ക്. അതിന്റെ ഒരു ഡ്രീമാണത്. അവിടെ ഒരു മരത്തെ ആ കാണുന്ന മരം വെട്ടാത്ത അതുകൊണ്ടാണ് അവിടെ ഒരു ഹട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അതാ ഈ ഒരു ഇത് ഇത്രയും സെപ്പറേറ്റ് ചെയ്തോണ്ടേ അവിടെ ഒരു ഹട്ട്. കാരണം ഇവിടെ കുഞ്ഞും വൈഫൊക്കെ ഉണ്ട്. അവർക്ക് ആ ഒരു പ്രൈവസി നഷ്ടപ്പെടല്ലോ. എപ്പോഴും ആൾക്കാർ വരും. എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വരുമ്പോഴേ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി നഷ്ടപ്പെടല്ലോ. അപ്പൊ ഞാൻ അവിടെ ഹട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനും ആ ഒരു ഇത് നമുക്കൊരു ആവശ്യമാണ് അത്. അത് പിന്നെ ആ കാണുന്ന ആ ഒരു എഴുത്തില് ഞങ്ങളുടെ ഒരു ചായക്കടയായിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ പാലുകാച്ച സമയത്ത് ചായക്കട ഫുൾ ടൈം ചായക്കട ഉണ്ടായിരുന്നു. ഇവിടെ ഫുൾ ടൈം ചായക്കടയായിരുന്നു. അത് അന്ന് അങ്ങനെ കിട്ടിയ ചായക്കട. പഴയ സിനിമാ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് അതിപ്പോ നമ്മുടെ കുതിരയ്ക്കും പശുവിനും ഒക്കെ വേണ്ട തീറ്റി പുല്ലൊക്കെ അതിനകത്താക്കിയത്. അത് പാലുകാച്ചി നല്ല രസമായിരുന്നു. അതും വളരെ ചെലവ് ചുരുക്കിയാണ് നമ്മൾ പാലുകാച്ചി നടത്തിയത്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ രീതിയിൽ തന്നെ ബിസ്ക്കറ്റും മിച്ചറും സ്നാക്സ് പോലെ സാധനങ്ങൾ കൊടുത്ത് ഫുൾ ടൈം ചായക്കട അവർക്ക് ഇഷ്ടമുള്ളത് പോയി. അത് നമ്മളൊക്കെ ഇപ്പം ബജ്ജി ആയിട്ട് എല്ലാ ഐറ്റംസും വെച്ച് എല്ലാവർക്കും. എന്നാൽ ചിലവർ പറയും എല്ലായിടത്തും പോകുമ്പോൾ ചിക്കൻ ബിരിയാണി പറയും. ഇന്നത്തെ കാലത്ത് ആർക്കും ഇതൊന്നും ഇല്ലാത്ത നമ്മൾ എന്തോരം ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് വേസ്റ്റ് ചെയ്തത് എനിക്ക് ഒരു കവർ മിച്ചർ മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പറമ്പ് മൊത്തം പ്ലാസ്റ്റിക്കും കുപ്പിയും പേപ്പറും അത് ഇത്. അപ്പൊ അതൊന്നും ഇപ്പൊ ഞാൻ 50,000 രൂപയ്ക്ക് അത് ഞാൻ തുറന്നറിയാം. എന്റെ ഫംഗ്ഷൻ നടത്തിയതിന് ആകെ ചെലവായിരിക്കുന്നത് 50,000 രൂപ. എന്നാ നമ്മുടെ വലിയൊരു ഇവന്റ് നടത്തുന്ന മാതിരിയായിരുന്നു. സ്റ്റേജ് ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. നമുക്ക് നമ്മളെല്ലാത്തിലും ബന്ധപ്പെട്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയേ പറ്റൂ. നമുക്ക് ആരുമില്ല തരാൻ. നമുക്ക് ആരുമില്ല. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണമല്ല. അല്ലെ നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ജീവിക്കണം. നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അട്ടാക്കാനോ മുട്ടിക്കാനോ ഒന്നും നമുക്ക് അതിനല്ല. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിച്ചുണ്ടാക്കരുത്. നമ്മുടെ ചില ഈ വാക്കുകൾ ചിലവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എങ്ങനെയുള്ളവരൊക്കെ നമുക്കറിയാം. നമുക്ക് സ്വാഭാവികം. അങ്ങനെ ഞാൻ സ്വാഭാവികം എന്നേ പറയത്തുള്ളൂ. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ യാതൊരു നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. നമ്മളാരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ പക്വതയില്ലായ്മ കുറവ്. അത് എന്നാ എനിക്ക് അതല്ലാതെ ഞാൻ പക്വതയില്ലായ്മ കൊണ്ട് പറ്റിയതായിരിക്കും. അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
അതിൽ റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഒത്തിരി എന്റെ പോയ ലൈഫുകളൊന്നും എനിക്ക് അങ്ങോട്ട് എന്റെ കുറച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ മനസ്സിൽ. ഞാനിപ്പോ അത് വിശ്വസിക്കുന്നുണ്ട്. അല്ല കുഴപ്പമില്ല, അതിനോട് സമയത്തിന്റെ അല്ല, നമുക്ക് ആരോഗ്യവും ആയുസും ഒക്കെ ഉള്ള ഒരു ടൈം വരെയുള്ള ആ ടൈമിൽ നമ്മൾ ചെയ്യാം. എനിക്ക് അതിനുള്ള ചെയ്യാനുള്ള ടൈമുകൾ ഉണ്ടായിരുന്നു, ചെയ്യാനുള്ള കഴിവുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു അത് മിസ്സായത് എനിക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ല. ഇനി ഉള്ളതിനകത്ത് വെച്ച് കളിക്കുക. എന്നാലും അപ്പൊ അത് ആരും അറിയുന്നില്ല. അതില് എന്റെ മാനസിക നില അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലി ശരീരത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊന്നും ആരും അറിയുന്നില്ല. ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആയുസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരെന്തിനും ആയുസ് കൂട്ടുമ്പോൾ എൻ്റെ ആയുസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിലെനിക്ക് പ്രശ്നമില്ല. ഉള്ളിടത്തോളം കാലം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക. സങ്കടവും വേണം, സന്തോഷവും വേണം, എല്ലാം നിറഞ്ഞായിരിക്കണം. ആ വഴി കൂടെ തന്നെ പോകാനാണ് ഇഷ്ടം. അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ പച്ചയായ ഒരു മനുഷ്യൻ എന്താടാന്ന് വെച്ചാൽ അതാടാന്ന് ചോദിക്കും. സന്തോഷം വന്നാൽ ചിരിക്കും, സങ്കടം വന്നാൽ കരയും. അല്ല ഇതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമ്മളൊന്നുമല്ല. നാളെ ഞാൻ എന്താണ്, നാളത്തേക്ക് ഇങ്ങനെ ഒന്നും അറിയത്തില്ല. നാളെ ഞാൻ ഫുൾ ഫെയിലാണ്. അതിൽ നിന്ന് കയറി വന്ന് ഫെയിലായി, വീണ്ടും ഫെയിലായി, വീണ്ടും കയറി വരും ഫെയിലായി. അങ്ങനെ നമ്മളെ വെള്ളത്തിലെ അമ്പല് തന്നെ. ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് അതായിരിക്കും ജീവിതം എന്ന് തോന്നുന്നു. അതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു നല്ല ലെവലിൽ പോയാൽ എങ്ങനെ നമ്മൾ ദുഃഖം വന്നാൽ താങ്ങാൻ പറ്റൂല. ഇത് നമുക്ക് എല്ലാം താങ്ങാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, സത്യത്തിൽ എനിക്ക് ബോധ്യമായ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം എന്തറിയോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ, ഇത് പരിഹരിക്കുന്നത് നമ്മൾ തന്നെ, ടെൻഷൻ അടിക്കുന്നത് നമ്മൾ തന്നെ. അപ്പൊ ആ ടെൻഷൻ മാറ്റി വെക്കാമെങ്കിൽ കുറെയൊക്കെ ഇത് ടെൻഷൻ അടിച്ചാൽ പരിഹാരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? അതെ. ഈ ആത്മഹത്യ ചെയ്യുന്നവരോടും അല്ലെങ്കിൽ ഈ ജീവിതം അടുത്ത് എന്തിനാണോ ഞാൻ ആലോചിക്കുന്നത്? പരിഹരിക്കാൻ പറ്റാത്ത കാര്യമില്ല. ശരിക്കും ഇപ്പം വീടൊക്കെ വെക്കുന്ന സമയത്ത് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ വലിയ ഡിസൈനേഴ്സിനെയൊക്കെ വിളിച്ച് ബൾക്ക് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും അതിന്റെ ഒരു മുമ്പിൽ ഇത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് സ്വന്തം പ്രൊഫഷനിൽ നിന്ന്, അതായത് ഒരു പാഷൻ പ്രൊഫഷനാക്കി ആ പ്രൊഫഷനിൽ നിന്നിട്ട് ഇത്തരത്തിൽ വീടിനകത്തും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഇത്രയും നേരം സഹകരിച്ചതിൽ താങ്ക് യു സോ മച്ച്.